10,000 കോടി അമ്മമാരെ ചേർത്തു അവരുടെ സ്നേഹം കൂട്ടിവച്ചാൽ 10,000 കോടി അമ്മമാരെ ചേർത്തു അവരുടെ സ്നേഹം കൂട്ടിവച്ചാൽ ആ സ്നേഹം അവിടുത്തെ പരിശുദ്ധ സ്നേഹത്തിൽ ഒരു തരി പോലുമില്ലമ്മേ. പരിശുദ്ധ കന്യാ മറിയമേ, പരിശുദ്ധ കന്യാ മറിയമേ, പരിശുദ്ധ കന്യാ മറിയമേ. തികച്ചും കൗതുകരമായ ഒരു വസ്തുത, 10,000 കോടി അമ്മമാരെ ചേർത്തിട്ട് അവരുടെ സ്നേഹം മുഴുവനും കൂട്ടിവെച്ചാലും പരിശുദ്ധ കന്യാമാതാവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു തരി പോലുമില്ല എന്നാണ് കവിഭാവന. പ്രിയമുള്ളവരെ, വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, ലോകത്തിലുള്ള മുഴുവൻ പേരുടെ നാവുകൾ ഒരുമിച്ച് പ്രകീർത്തനങ്ങൾ അർപ്പിച്ചാലും, ലോകത്തിലുള്ള എല്ലാ ജനതകളുടെയും അവയവങ്ങൾ ഒരു നാവായി മാറിയാലും ആ പ്രകീർത്തനങ്ങൾക്കൊന്നും പരിശുദ്ധ മറിയത്തെ പ്രകീർത്തിക്കേണ്ട വിലയുടെ മാഹാത്മ്യം അറിയില്ലെന്ന്. അത്രമാത്രം മഹോന്നതയാണ് പരിശുദ്ധ മറിയമെന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ നമ്മോട് സാക്ഷിക്കുക. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയുടെ പ്രാഭാവം എവിടെ? എത്രയോ ഉന്നതിയിൽ. പ്രപഞ്ചത്തിൻ്റെ നാഥയായ ആ അമ്മ, പ്രപഞ്ചനാഥനായ ദൈവത്തിൻ്റെ അമ്മ, നമ്മുടെ കർത്താവിൻ്റെ അമ്മ. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അരികിൽ വരാനുള്ള ഭാഗ്യം എനിക്ക് ഇവിടെ നിന്ന് എലിസബത്ത് പറഞ്ഞില്ലേ? അതെ, പരിശുദ്ധ കന്യാ മറിയം ജീവിതത്തിലുള്ളത് മഹാസൗഭാഗ്യമാണ്. കാരണം യഥാർത്ഥ രക്ഷയായ യേശുവിലേക്ക് അവൾ തുറന്ന വഴിത്താരയാണ്. സ്വർഗലോകത്തിൻ്റെ വാതിൽ. പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ച്, ആ പ്രപഞ്ച ജനനിയെ പ്രകീർത്തിച്ച്, സൂര്യനെ ഉടയാടയാക്കിയവൾ, ചന്ദ്രനെ പാദപീഠമാക്കിയവൾ, നക്ഷത്രങ്ങളെ കിരീടമാക്കിയവൾ, പ്രപഞ്ചം പോലും വണങ്ങുന്ന ആ സ്നേഹനാഥയുടെ സ്നേഹപ്രകീർത്തനങ്ങൾ പാടി നമുക്ക് കാർമൽ ഗീതങ്ങൾക്ക് ഒരുങ്ങാം, കാതുകൊടുക്കാം.
അപർണ സംഗീതം അഭ്യസിക്കുന്നുണ്ടോ? ഇപ്പോൾ കുറച്ച് നാളായിട്ട് പഠിക്കുന്നുണ്ട്. എവിടെ പഠിക്കുക? ഞാൻ എൻ്റെ വീടിൻ്റെ കുറച്ചടുത്തായിട്ട് ഒരു വയലിനിസ്റ്റ് ഉണ്ട്, ഒരു ടീച്ചറിൻ്റെ അടുത്ത് പഠിക്കണം. ഏത് കോഴ്സിനാണ് ഇപ്പോൾ കോളേജിൽ പഠിക്കുക? ഞാനിപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. പള്ളിയിലെ കൊയറിലങ്ങാണോ? ആ, പള്ളിയിൽ പാടുന്നു. പരിശുദ്ധ അമ്മയോട് അമ്മയുടെ പ്രകീർത്തനങ്ങൾ ഇങ്ങനെ പാടാറുണ്ടോ? പാടാറുണ്ട്. പരിശുദ്ധ അമ്മ മാലാഖമാരുടെ രാജ്ഞിയായ നാഥ എല്ലാ സർഗാത്മക കഴിവുകൾക്കും വെളിച്ചം പകരും എന്നുള്ള ഒരുപാട് അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഇതിനു മുമ്പ് എപ്പിസോഡിൽ വന്നവരിൽ പലരും പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിന് ശേഷം പാടുമ്പോൾ ഒരു വലിയ ബലം, ഒരു അനുഭവം ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ തന്നെ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, പാടുന്നവർ ഇരുമടങ്ങ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ഒരുപാട് സ്നേഹമുള്ള, ഒരുപാട് ആദരവോടെ പരിശുദ്ധ അമ്മയെ വണങ്ങിയിരുന്ന ഈ വിശുദ്ധൻ പറഞ്ഞ കാര്യം ഇതായിരുന്നു: ഈ ലോകത്തിലുള്ളവരുടെ മുഴുവൻ നാവുകളും ഒരുമിച്ച് കൂടിയാലും ആ സ്നേഹപ്രകീർത്തനങ്ങൾ ഒരിക്കലും പരിശുദ്ധ അമ്മയ്ക്ക് മതിയാകില്ല എന്ന്. ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിൽ നമ്മൾ കീബോർഡ്, ഫ്ലൂട്ട് എല്ലാവരും ഒരുമിച്ച് പാടുമ്പോൾ അത് ഒരുപാട് ഇരട്ടി കൃപകളുടെ ഒഴുക്കായി മാറുന്നു. അതിനിടയിൽ അപർണയും ഈ മനോഹരമായ ഗാനം ആലപിച്ചു. നമുക്കിനി ഇവിടെ നമുക്ക് ഉപകരണം കൈകാര്യം ചെയ്യുന്നവരെ ഒന്ന് ശ്രമിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ജോബിൻ ഇവിടെ എത്രയോ എപ്പിസോഡുകൾ ഇവിടെ കീബോർഡ് വായിച്ച് അതിലൂടെ ആ ശബ്ദനാദ താള ശ്രുതിലയ ഭാവങ്ങൾ ഒരുക്കി ദൈവത്തിന് വേണ്ടി ഒരുക്കുമ്പോൾ അമ്മയുടെ ഒരു പ്രത്യേക സ്നേഹ ഭക്തനും അമ്മയോട് ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ജോബിൻ എന്ന് അറിയുന്നു. പ്രിയപ്പെട്ട ജോബിനെ, പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങയുടെ ഒരു അനുഭവം എങ്ങനെയാണ്, ഈ കീബോർഡിലേക്ക് എങ്ങനെ ഇത് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ, ആര് പഠിപ്പിച്ചു, എവിടെയാണ് ഇത് അഭ്യസിച്ചത്, ഒന്ന് പങ്കുവയ്ക്കാമോ? എനിക്ക് ശരിക്കും പപ്പ പാട്ട് പാടുന്ന ആളാണ്, കീബോർഡ് വായിക്കും. അപ്പോൾ ചെറുപ്പം മുതലേ ഇങ്ങനെ കീബോർഡ് വായിക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. അത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഒരാളേ ഉള്ളൂ വീട്ടിൽ. അതുകൊണ്ട് SLC കഴിയുമ്പം മ്യൂസിക് പഠിക്കാൻ വിടാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ റെഡിയായി. പക്ഷേ പഠിക്കാൻ പോകാൻ പറ്റിയില്ല. അങ്ങനെ പഠിക്കാം, +2 കഴിയുമ്പോൾ പഠിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. പക്ഷേ എനിക്ക് മ്യൂസിക് പഠിക്കുക, അല്ല പിയാനോ പഠിക്കുക എന്നുള്ളത് എൻ്റെ സ്വപ്നം മാത്രമായിട്ട് അവശേഷിച്ചു. പഠിക്കാൻ പറ്റിയില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, പഠിക്കാൻ പറ്റിയില്ല. അപ്പം മ്യൂസിക് പഠിച്ചാൽ ഭാവി എന്താണെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഒക്കെ വന്നതുകൊണ്ട് തന്നെ മ്യൂസിക് എന്ന് പറഞ്ഞത് ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു. എന്നാലും ഞാൻ പപ്പായും അമ്മയും നല്ലതായിട്ട് പ്രാർത്ഥിക്കും. പപ്പ അന്ന് ധ്യാന ശുശ്രൂഷയിൽ പാട്ട് പാടുന്ന ആളാണ്. പക്ഷേ ഞാൻ അങ്ങനെ വലിയ പ്രാർത്ഥനയൊന്നും കാര്യങ്ങളൊന്നും എനിക്കില്ല, ജപമാലൊന്നും ചെല്ലാറില്ല. അപ്പോൾ ശരിക്കും എനിക്ക് മ്യൂസിക് ഭയങ്കര ആഗ്രഹമുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നിലും എനിക്ക് വിജയിക്കാൻ പറ്റുന്നുമില്ല. അപ്പം എൻ്റെ ഒരു ഭാവി എന്ന് പറഞ്ഞത് ശരിക്കും ഒരു വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ പിന്നീട് എനിക്ക് ദൈവാശ്രയത്തെ പറ്റി ഒരു ബോധം വന്നു. കാരണം വേറെ അടുത്ത ഒരു ആശ്രയം ഇല്ല. കാരണം എനിക്ക് ഒരിടത്തും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ആഗ്രഹമുണ്ടെങ്കിലും പറ്റുന്നില്ല. ദൈവ ആശ്രയത്തിൽ അഭയം പ്രാപിച്ചു. അങ്ങനെ ശരിക്കും ഞാൻ ശാലോമിലെത്തുകയാണ്. അതൊരു ജോലിയായിട്ട് തന്നെ ആദ്യം വന്നത്. പിന്നീട് ഇവിടെ വന്നപ്പോഴും ഞാൻ പാട്ട് പാടുന്നുണ്ട്. പക്ഷേ കീബോർഡ് പഠിക്കാത്തതുകൊണ്ട് എനിക്ക് ഞാൻ എൻ്റെ 3 വിരലുകൊണ്ട് മാത്രമേ കീബോർഡ് കാരണം ചെറുപ്പം മുതൽ തന്നെ പഠിച്ചുകൊണ്ട് അങ്ങനെ വായിക്കൊണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് വിഷമം വരുമ്പോഴെല്ലാം ഞാനിങ്ങനെ കീബോർഡ് വായിക്കും, എനിക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ കീബോർഡ് വായിക്കും. അങ്ങനെ വായിച്ച് പിന്നെ എനിക്കൊരാഗ്രഹമായിരുന്നു കീബോർഡ് പഠിക്കണം എങ്ങനെയെങ്കിലും. അങ്ങനെ ആഗ്രഹിച്ച് ഞാനിങ്ങനെ ശാലോമിലെ ചാപ്പലിൽ പോയിരിക്കും. അങ്ങനെ കീബോർഡ് വെച്ച് ജസ്റ്റ് വായിക്കും. അങ്ങനെ വായിച്ച് മാതാവിൻ്റെ രൂപമുണ്ട്. അപ്പോൾ ജപമാലം ചെല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മാതാവിനോട് സംസാരിക്കും, എന്നെ പഠിപ്പിക്കുക, എനിക്ക് പഠിക്കാൻ ഇത്തിരി ആഗ്രഹമുണ്ട്, ഇങ്ങനെ പരാതി പറയുമായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ പരാതി പറഞ്ഞ് ശരിക്കും ഞാൻ പോലും അറിയാതെ ഞാൻ കീബോർഡ് പഠിക്കുമായിരുന്നു. അതിങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പം എന്നോട് വെറുതെ നിൻ്റെ കീബോർഡ് വായന നല്ലതാണ്, അപ്പം നീ എവിടെ പഠിച്ചെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടില്ല, ഇങ്ങനെ കീബോർഡ് വായിക്കാൻ ഇഷ്ടമാണ്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പം എൻ്റെ വലിയ സ്വപ്നമായിരുന്നു ഒരു മ്യൂസിക് ഡയറക്റ്റ് ചെയ്യണമെന്നുള്ളത്. ശരിക്കും മ്യൂസിക് പഠിക്കാതെ പ്രാക്ടീസ് ചെയ്യും. കാരണം മാതാവിൻ്റെ അടുത്തിരുന്നാണ് പ്രാക്ടീസ്, രാത്രികൾ പ്രാക്ടീസ് ചെയ്യും. അപ്പം ഞാൻ ഈ പ്രാക്ടീസ് ചെയ്യലല്ലായിരുന്നു ശരിക്കും, അവിടെ എൻ്റെ ഒരു വേദന വിഷമം പങ്കുവെക്കുന്ന. പക്ഷേ അന്നേരം ഞാൻ അറിഞ്ഞൊരു സംഭവം, എന്നെ ശരിക്കും ഏറ്റവും നല്ലൊരു മ്യൂസീഷ്യൻ എന്നെ പഠിപ്പിക്കുകയാണ്.
മാതാവിനോട് പറഞ്ഞപ്പം ഈശോ വന്ന് എന്നെ പഠിപ്പിച്ചു തരുന്നൊരു അനുഭവം. അതുകൊണ്ട് ജീവിതത്തിൽ ഞാൻ ഇത്രയും ഈ സമയത്ത് ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, ശരിക്കും കീബോർഡ് എന്നെ പഠിപ്പിച്ച ഒരു ഗുരു എന്ന് പറയുന്നത് ശരിക്കും ഈശോയാണ്, അല്ലാണ്ട് വേറെ ആരും പഠിപ്പിച്ചില്ല. ഇപ്പം അതിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു. കാരണം ഇപ്പം എൻ്റെ 10 പേരിലോണം കീബോർഡ് വായിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ സാന്നിധ്യമാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്ക് കൂടും, പിണങ്ങും, മാതാവിനോട് പിണങ്ങും ചില ദുഃഖമൊക്കെ വരുമ്പോൾ. പക്ഷേ എങ്ങനെയാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ കാരണം നമ്മുടെ അമ്മയാണ്. സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കീബോർഡ് പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഒടുവിൽ എന്ത് ചെയ്തു? പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുമ്പാകെ ഇരുന്ന് കീബോർഡിൽ വിരലുകൾ അമർത്തി. അത് സംഗീതമായി പെയ്തിറങ്ങി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറെക്കുറെ 35ഓളം എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ ഈ കീബോർഡിൽ വിരലമർത്തി ജോബിൻ മരിയ പ്രകീർത്തനങ്ങൾ പാടുമ്പോൾ ഈശോയോടൊപ്പം അമ്മ വന്നു നിന്ന് തന്നെയാണ് മോനെ പഠിപ്പിച്ചതെന്ന് ജോബിൻ സാക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കീബോർഡ് ഇവിടെ കേരളത്തിൽ ഒരു 3-4 പീസ് അത് ഇറങ്ങിയിട്ടുള്ളൂ. ആ കീബോർഡ് പ്ലേ ചെയ്യാനുള്ള സാങ്കേതികയുടെ പരിജ്ഞാനം ഒന്നും പഠിക്കാതെ അത് ലഭ്യമാവുക എന്നത് തികച്ചും ദൈവികമല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ പഠിപ്പിക്കലല്ലാതെ മറ്റെന്താണ്? ആയതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ ഈശോയെ നന്മയിൽ പഠിപ്പിച്ച് വളർത്തിയ ഈശോ എന്ന സർവജ്ഞനെ നമുക്ക് കൂട്ടിച്ചേർത്തരുന്ന നല്ല അമ്മയെ മുറുകെ പിടിക്കാം. നമ്മുടെ എല്ലാ സർഗാത്മക കഴിവുകളും ദൈവത്തിനും ദൈവരാജ്യത്തിനും ഉണരുവാൻ നമുക്ക് ഹൃദയമൊരുക്കാം. അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
മാതാവേ, നിത്യസഹായ മാതാവേ, അതെ, അമ്മ നിത്യം സഹായകയാണ്. നിത്യസഹായകൻ പരിശുദ്ധാത്മാവ്, നിത്യസഹായക പരിശുദ്ധ മാതാവ്. നിത്യസഹായ മാതാവെന്ന് സഭ വിശേഷിപ്പിക്കുമ്പോൾ സഭയുടെ ഒരു അഭിപ്രായമല്ല അത്. പരിശുദ്ധാത്മ നിവേശിതമായി സഭ വിശേഷിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളെ, സകല തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കേണ്ടവളെ, ആ നിത്യസഹായത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തിരുമനസ്സാകുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആനന്ദ വിഷയമാണ് പരിശുദ്ധ മറിയം. അമ്മയെ മഹത്വപ്പെടുത്താം, അതുവഴി പുത്രൻ മഹത്വപ്പെടും. നമുക്ക് അമ്മയെ നിത്യം സഹായിയായി വിളിക്കാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് സങ്കീർണതയിലൂടെ, ഒരുപാട് ആശയക്കുഴപ്പങ്ങളിലൂടെ, ഒരുപാട് കലുഷിതമായ പ്രശ്നങ്ങളിലൂടെ ലോകം കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ, വിവേക ഐശ്വര്യമുള്ള കന്യക, സൽബുദ്ധിയുടെ മാതാവ്, ആ അമ്മ എല്ലാ കെടുതികളിൽ നിന്നും, എല്ലാവിധ അശുദ്ധികളിൽ നിന്നും, എല്ലാവിധ പ്രതികൂലതകളിൽ നിന്നും നമ്മളെ കാത്തു സംരക്ഷിക്കും. പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ അമ്മേ, ആശ്രയമേ, ഒരിക്കലും ഇടറിപ്പോകാതെ അമ്മയോട് ചേർന്ന് നിൽക്കുവാൻ, അതുവഴി തിരുപുത്രൻ്റെ രാജ്യത്തിൻ്റെ സാക്ഷികളായി മാറുവാൻ, വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുവാൻ, എപ്പോഴും ദൈവമഹത്വം വർണ്ണിക്കുവാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. നല്ല കർത്താവേ, ഞങ്ങളുടെ നല്ല ദൈവമേ, രക്ഷകനായ ഈശോയെ, ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധ പരമത്രിത്വ സ്നേഹമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.